പ്രിയപ്പെട്ട ഉദയകാരതികളെ, ഇന്ന് മൈമെന്റ് PSC ലേണിംഗ് ആപ്പ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും PSC കഴിഞ്ഞ 2 കൊല്ലം ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂട്ടുകാരെ, PSC ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏത് മേഖലയിൽ നിന്നാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന LDC പരീക്ഷ എളുപ്പമായി മാറുകയും ചെയ്യുന്നു. സോ വെൽക്കം ടു ദി ക്ലാസ്. അപ്പൊ കൂട്ടുകാരെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സമിതി എന്നാണ് ഭരണഘടനയെ അംഗീകരിച്ചത്? ഉത്തരം 1949 നവംബർ മാസം 26. അപ്പോൾ 1949 നവംബർ മാസം 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത്. ഓർക്കുക, വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക, ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തീയതിയും 1949 നവംബർ മാസം 26-ആണ്. അങ്ങനെയാണെങ്കിൽ പൊതുജന അഭിപ്രായം ആരായുന്നതിന് വേണ്ടി ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി അതിന്റെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 1948 ഫെബ്രുവരി മാസം 28. അപ്പോൾ പൊതുജന അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചതെന്നാണ്? 1948 ഫെബ്രുവരി മാസം 28. ഭരണഘടനയുടെ പൂർണ്ണമായ രൂപം, ഫൈനൽ ഡ്രാഫ്റ്റ്, ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്നാണ് അവതരിപ്പിച്ചത്? 48 നവംബർ മാസം 4. ഐ റിപ്പീറ്റ്, 1948 നവംബർ മാസം 4-നാണ് ഭരണഘടനയുടെ പൂർണ്ണമായ രൂപം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംബേദ്കർ അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി അറിയുക, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24-ലാണ്. അന്നേ ദിവസം 284 അംഗങ്ങളാണ് അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നത് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതി, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചതും 1950 ജനുവരി 24 തന്നെയാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതിയാണ് 1950 ജനുവരി 26. കൂട്ടുകാരെ, ഇന്ത്യ റിപ്പബ്ലിക് ആയ തീയതി 1950 ജനുവരി 26. ഭരണഘടന നിലവിൽ വന്ന അതേ ദിവസം. ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ജനുവരി 26. നിങ്ങൾക്കറിയാം, അതിന്റെ ഓർമ്മ എന്ന് പറയുന്നത് 1930 ഇന്ത്യ പൂർണ്ണ സ്വരാജ് അന്നേ ദിവസം ആചരിച്ചു എന്നതിനാലാണ്. കൂട്ടുകാരെ, ദേശീയ നിയമദിനമായി പക്ഷേ ഭാരതത്തിൽ ആചരിക്കുന്നത് നവംബർ 26-ആണ്. നവംബർ 26, 1949 നവംബർ മാസം 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത്. മാത്രവുമല്ല, ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തീയതിയും 49 നവംബർ മാസം 26-ആണ്. അതുകൊണ്ട് നവംബർ 26 ദേശീയ നിയമദിനമായി അറിയപ്പെടുന്നു. കൂട്ടുകാരെ, രണ്ടാമത്തെ ചോദ്യം: മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഒരു സംശയവും വേണ്ട, 36 മുതൽ 51 വരെ. 36 മുതൽ 51 വരെ. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. എന്നാൽ ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനാണ്. എന്നാൽ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശുപാർശ ചെയ്ത കമ്മിറ്റി തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. എന്നാൽ ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4-ആണ്. അപ്പോൾ 36 മുതൽ 51 വരെ മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ ആശയം നാം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം 4-ആണ്. ഇതിനെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നത് തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം: മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 43-ാമത്തെ വകുപ്പാണ് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലിക അവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നടപ്പിലാക്കേണ്ട തത്വങ്ങളാണ് എന്ത്? മാർഗനിർദ്ദേശ തത്വങ്ങൾ.
മൗലിക അവകാശങ്ങൾ പരിപൂർണമായ അർത്ഥത്തിൽ നടപ്പിലാക്കണം എങ്കിൽ, അതിന്റെ അർത്ഥം പരിപൂർണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നടപ്പിലാക്കേണ്ടത് എന്താണ്? മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. അനുച്ഛേദം 36 എന്താണ് പരാമർശിക്കുന്നത്? സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനം എന്താണ്? സ്റ്റേറ്റ് അവിടെയാണ് അത് 36 പരാമർശിക്കുന്നത്. ഭാഗം 3 ഈ പറയുന്ന സ്റ്റേറ്റിനെ കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 12 എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 12 സമാനമായ ഭാഗം 4 അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 36. 12 36 എന്താണ് കോമൺ ആയിട്ട് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ കുറിച്ച് നിർവചനം നടത്തുന്ന ഒരു ആർട്ടിക്കിൾ ആണ് 12 36. അടുത്തത് അനുച്ഛേദം 38 ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥിതി രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ടതാണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 38. അപ്പോൾ 12 36 സ്റ്റേറ്റിനെ കുറിച്ച് നിർവചിക്കുന്നു. 38 ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥിതി രാഷ്ട്രം ഉറപ്പുവരുത്തണം എന്ന് നിർദ്ദേശിക്കുന്നു. അനുച്ഛേദം 43A എന്താണ് പരാമർശിക്കുന്നത്? വ്യവസായ സംരംഭങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 43A. എന്നാൽ അനുച്ഛേദം 43B നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. സഹകരണ സംഘങ്ങളുടെ ഉന്നമനം, അതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 43B ആണ്, സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. എന്നാൽ ഭരണഘടനയിൽ ഗാന്ധിയൻ ആശയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4 മാർഗനിർദ്ദേശ തത്വങ്ങളിലാണ്. അവിടെ അനുച്ഛേദം 40 43 43B 46 47 48 ഐ റിപ്പീറ്റ് 40 43 43B 46 47 48 എന്നീ അനുച്ഛേദങ്ങളിൽ പരാമർശിക്കുന്നത് ഗാന്ധിയൻ ആശയങ്ങളാണ്. നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 40 എന്താണ്? പഞ്ചായത്തുകളുടെ രൂപീകരണം. ഈ ആർട്ടിക്കിൾ 40 പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? നടപ്പിലാക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് ആശയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 38 39 39A 41 42 43 43A 47 തുടങ്ങിയവയാണ്. എന്നാൽ ലിബറൽ ആശയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 44 45 48 48A 49 50 51 തുടങ്ങിയവയാണ്. അപ്പോൾ കുടിൽ വ്യവസായങ്ങളെ കുറിച്ച് 43A, സഹകരണ സംഘങ്ങളുടെ ഉന്നമനം 43B, ഗാന്ധിയൻ ആശയങ്ങൾ 40 43 43B 46 47 48, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ 38 39 39A 41 42 43 43A 47 തുടങ്ങിയവയും ലിബറൽ ആശയങ്ങൾ 44 45 48 48A 49 50 51 തുടങ്ങിയവയും ആണ്. നാലാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? നിങ്ങൾക്കറിയാം, ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി BN റാവുവാണ്. എന്നാൽ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ, ആമുഖത്തിന്റെ ശില്പി എന്നാര്? അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കറുമാണ്. വ്യക്തമായി മനസ്സിലാക്കുക, ആമുഖത്തിന്റെ ശില്പി, ആമുഖത്തിന്റെ പിതാവ്, ആമുഖം എഴുതിയതാര് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജവഹർലാൽ നെഹ്റു. എന്നാൽ ആമുഖം വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു. ഈ ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് BR അംബേദ്കർ. നല്ല ചോദ്യങ്ങളാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആഗ്രഹം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലൂടെയാണ് എന്ന് 1949 ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഭിപ്രായപ്പെട്ടതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഭരണഘടനയെ കുറിച്ചുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആഗ്രഹം കൃത്യമായി എവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു? ആമുഖത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയ വ്യക്തിയാണ് റാം മനോഹർ സിൻഹ. റാം മനോഹർ സിൻഹ ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് HV കമ്മത്ത്. ആരാണ്? HV കമ്മത്ത്. കൂട്ടുകാരെ, അഞ്ചാമത്തെ ചോദ്യം,
ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ഒരു സംശയവും വേണ്ട, 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2 അനുച്ഛേദം 5 മുതൽ 11 വരെ. ഇനി അനുച്ഛേദം 5 ആർട്ടിക്കിൾ 5 എന്താണ് പറയുന്നത്? ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാരെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 5. ആർട്ടിക്കിൾ 6 എന്താണ് പറയുന്നത്? പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വത്തിനുള്ള അവകാശം, അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 6 അഥവാ അനുച്ഛേദം 6. എന്നാൽ 47 മാർച്ച് 1 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർക്കുകയും പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യൻ പൗരന്മാരായി മാറിയവർക്കുമുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അനുച്ഛേദം 7. അപ്പൊ 47 മാർച്ച് 1 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർക്കുകയും പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ആ പൗരന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അനുച്ഛേദം 7. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ആർട്ടിക്കിൾ 8 അഥവാ അനുച്ഛേദം 8 എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 8. എന്നാൽ വിദേശ പൗരത്വം സ്വീകരിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കില്ല എന്ന് പരാമർശിക്കുന്നത് അനുച്ഛേദം 9. കൂട്ടുകാരെ ഒന്നും കൂടി ഓർക്കുക, വിദേശ പൗരത്വം സ്വീകരിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കുകയില്ല എന്ന് പരാമർശിക്കുന്നത് അനുച്ഛേദം 9. പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച ആർട്ടിക്കിൾ 10 പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റ് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് എന്ന് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 11. അപ്പോൾ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഐ റിപ്പീറ്റ്, പൗരത്വവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. അങ്ങനെ പരാമർശിക്കുന്നത് ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 11 അഥവാ ആർട്ടിക്കിൾ 11. വിദേശ പൗരത്വം സ്വീകരിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കില്ല എന്ന് പറയുന്നത് അനുച്ഛേദം 9. കൃത്യമായിട്ട് ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 6ാമത്തെ ചോദ്യം, 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 73ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 73ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1993 ഏപ്രിൽ മാസം 24. 73ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1993 ഏപ്രിൽ മാസം 24. 2010 മുതൽ ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഏപ്രിൽ 24 2010 മുതൽ എന്തായിട്ട് ആചരിക്കുന്നു? പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നു. 73ാം ഭേദഗതി അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ 73ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം 9. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. തുല്യ ജോലിക്ക് തുല്യ വേതനം മാർഗനിർദ്ദേശകത്വങ്ങളിൽ ഏത് അനുച്ഛേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു സംശയവും വേണ്ട, 39D. 39D. തുല്യ ജോലിക്ക് തുല്യ വേതനം 39D. ആർട്ടിക്കിൾ 39 രാഷ്ട്രം അനുവർത്തിക്കേണ്ട ചില തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിൽ 39D ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനം. എന്നാൽ 39A എന്താണ് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എല്ലാ പൗരന്മാർക്കും ഒരുപോലെ മതിയായ ഉപജീവന ഉപായങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കണം. എല്ലാ പൗരന്മാർക്കും ഒരുപോലെ മതിയായ ഉപജീവന ഉപായങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കണം. 39B എന്താണ് പറയുന്നത്? സമൂഹത്തിന്റെ വിഭവങ്ങൾ പൊതുനന്മയ്ക്ക് ഉപകരിക്കും വിധം നീതിപൂർവം വിതരണം ചെയ്യണം. 39B സമൂഹത്തിന്റെ വിഭവങ്ങൾ പൊതുനന്മയ്ക്ക് ഉപകരിക്കും വിധം നീതിപൂർവം വിതരണം ചെയ്യപ്പെടണം എന്ന് പറയുന്നു 39B. എന്നാൽ 39C എന്താണ് പറയുന്നത്? സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രവർത്തനം പൊതുഹാനിക്കിടയാക്കാത്തക്കവണ്ണം സ്വത്തിന്റെയും ഉൽപാദന ഉപാധികളുടെയും കേന്ദ്രീകരണം ഉണ്ടാകാതിരിക്കുക, സമ്പത്ത് കുറച്ചു പേരിൽ മാത്രം കുന്നുകൂടുന്നത് തടയുക. ഇതാണ് 39C ഉദ്ദേശിക്കുന്നത്. ഇനി 39E എന്താണ്? തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യവും ശക്തിയും അമിത ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുക. തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യവും ശക്തിയും അമിത ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുക. ഇത് 39E ആണ്. എന്നാൽ 39F കുട്ടികളുടെ ആരോഗ്യകരമായ സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനം ഉണ്ടാക്കുക. കുട്ടികളുടെ ആരോഗ്യകരമായ സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനം ഉണ്ടാക്കുക. ഇത് 39F ആണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം 39D. കൂടാതെ അടുത്തത്
8ാമത്തെ ചോദ്യമാണ്. ഇവിടെ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. കൂട്ടുകാരെ, നിയമത്തിന്റെ മുൻപിൽ സമത്വം, എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ സമന്മാരാണ് എന്ന് പറയുന്ന അനുച്ഛേദം 14 ആണ്. അനുച്ഛേദം 14. തൊട്ടുകൂടായ്മ നിരോധനം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അനുച്ഛേദം 17. അവസര സമത്വം ആർട്ടിക്കിൾ 16. PSCയുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിൽ അവസര സമത്വം ആർട്ടിക്കിൾ 16. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, അബോളിഷൻ ഓഫ് ടൈറ്റിൽ, ആർട്ടിക്കിൾ 18 വ്യക്തമായി ഓർക്കുക. ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുമ്പിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിലേക്ക് ഇളവ് ലഭിക്കുന്ന വ്യക്തികൾ ആർക്കൊക്കെയാണ്? രാഷ്ട്രപതി, ഗവർണർ എന്നിവർക്കാണ്. എന്നാൽ അനുച്ഛേദം 15 എന്താണ് പറയുന്നത്? മതം, വർഗീയ, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്നത് അനുച്ഛേദം 15 ആണ്. അനുച്ഛേദം 16 എന്താണ് പറയുന്നത്? മതം, വർഗം, ജാതി, ലിംഗം, പിന്തുടർച്ച, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൊതു നിയമനങ്ങളിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് അനുച്ഛേദം 16. എന്നാൽ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി തൊട്ടുകൂടായ്മ നിരോധനത്തെ കുറിച്ച് പരാമർശിക്കുന്നത് അത് ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 17. അനുച്ഛേദം 18(1) അതിൽ എന്താണ് പറയുന്നത്? സൈനികമോ വിദ്യാഭ്യാസപരമോ ആയ ഒഴികെ മറ്റേതൊരു ബഹുമതികളും പേരിനോടൊപ്പം ചേർക്കുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള അനുച്ഛേദമാണ് 18(1). അപ്പോൾ 18(1) എന്താണ് പറയുന്നത്? സൈനികമോ വിദ്യാഭ്യാസപരമോ ആയ ഒഴികെ മറ്റേതൊരു ബഹുമതികളും പേരിനോടൊപ്പം ചേർക്കുന്നത് വിലക്കുന്നതാണ് 18(1). അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കുവാൻ വേണ്ടി രാഷ്ട്രം പ്രയത്നിക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത്? ഒരു സംശയവും വേണ്ട കൂട്ടുകാരെ, മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഈ ഒരു പരാമർശമുള്ളത്. നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്ന സങ്കല്പമാണ് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഉള്ളത്. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക. മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. ദേ ആർ നോൺ ജസ്റ്റിസിബിൾ റൈറ്റ്. ന്യായവാദത്തിന് അവ അർഹമല്ല എന്ന് പരാമർശിക്കുന്നു. കൂട്ടുകാരെ, അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? കൃത്യമായിട്ട് ഓർക്കുക. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവ നിലവിൽ വന്നത്. ഇന്ത്യയുടെ ഇത് റഷ്യൻ മാതൃകയിലാണ് ഉള്ളത്. 11 മൗലിക കടമകളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്. 6 മുതൽ 14 വയസ്സിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇതെല്ലാമാണ് ഈ പ്രസ്താവനകളിൽ പറയുന്നത്. ഇതിൽ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? അത് ഒരു സംശയവും വേണ്ട, ഓപ്ഷൻ സി. 1, 2, 3, 4 എല്ലാം തന്നെ ശരിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കണേ, ഇത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെ നിന്നും കടം കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആരാണ്, അല്ലെങ്കിൽ ഏത് രാജ്യം പിന്തുടരുന്നത് അനുകരിച്ചാണ് നമ്മൾ ഇത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? റഷ്യയുടെ മാതൃകയിലാണ് ഇത് നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 11 മൗലിക കടമകളാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. എന്നാൽ 42ാം ഭേദഗതി വരിയായി ഇത് എഴുതി ചേർക്കുന്ന സമയത്ത് 10 മൗലിക കടമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ 11 മൗലിക കടമകളുണ്ട്. 3 എണ്ണവും ശരിയാണ്. അടുത്തത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അതും ശരിയാണ്. മൗലിക കടമകളുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ എല്ലാം തന്നെ ശരിയാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വർഷം 1976 സംശയം വേണ്ട. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് 77 ജനുവരി 3-നും ഇത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരവുമാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്നത്? അത് ഭാഗം 4A അനുച്ഛേദം 51A. ഭാഗം 4A അനുച്ഛേദം 51A. 11ാമത് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എത്രാം ഭേദഗതി വഴിയാണ്? 86ാം ഭേദഗതി 2002 വഴിയാണ്.
11ാമത്തെ മൗലിക കടമ ഏതാണ് കൂട്ടുകാരെ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ അവരെ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണെന്ന് പറയുന്നതാണ് 11ാമത്തെ മൗലിക കടമ. ഇതാണ് 86ാം ഭേദഗതി 2002 വഴിയായി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതുവരെ ഉദ്യോഗത്തിൽ തുടരാം. ഓക്കെ. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി മുൻപാകെ ചെയ്യാം. 2 പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുവാൻ പാടില്ല. രാഷ്ട്രപതിക്കെതിരെയുള്ള ആക്ഷേപ വിചാരണ ആരംഭിക്കേണ്ടത് ലോക്സഭയിലാണ്. കൂട്ടുകാരെ, ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ 2ഉം 3ഉം 4ഉം തെറ്റാണ്. 1ാമത്തേത് മാത്രമാണ് ശരി. രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഉദ്യോഗത്തിൽ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കും. അത് ശരിയാണ്. മറ്റൊരെല്ലാം എന്താണ്? തെറ്റാണ്. കൂട്ടുകാരെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് സുപ്രീം കോടതിയിലെ തന്നെ ഏറ്റവും മുതിർന്ന ജഡ്ജിയാണ്. അതുകൊണ്ട് മുൻപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രാഷ്ട്രപതിക്ക് ഒരു തവണയല്ല എത്ര തവണ വേണമെങ്കിലും രാഷ്ട്രപതി ഇലക്ഷനിൽ മത്സരിക്കാം എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശരി എന്താണ്? ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എത്ര തവണ വേണമെങ്കിലും രാഷ്ട്രപതി ഇലക്ഷനിൽ മത്സരിക്കാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയുടെ ഏറ്റവും മുതിർന്ന ജഡ്ജി ആയിരിക്കും അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. രാഷ്ട്രപതിയെ തൽസ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെന്റ് എന്നാണ്. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം രാജ്യസഭയിലോ ലോക്സഭയിലോ ഈ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കുന്ന നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെന്റ്. 14 ദിവസത്തെ മുൻകൂർ നടപടി, ആ നോട്ടീസ് കൊടുത്തതിനു ശേഷം ഈ ഇംപീച്ച്മെന്റ് നടപടി രാജ്യസഭയിലോ ലോക്സഭയിലോ എന്ത് ചെയ്യാവുന്നതാണ്? ആരംഭിക്കാവുന്നതാണ്, പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. 12ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ 91ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ്? 91. കൂട്ടുകാരെ, ഇത് 2004 നിലവിൽ വന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭാ അംഗങ്ങളുടെ 15% കൂടുതൽ മന്ത്രിമാർ പാടില്ല. ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജിയാണ്. ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ്. കൂടാതെ 91ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ 1, 2, 3, 4 സ്റ്റേറ്റ്മെന്റുകൾ പരിപൂർണമായും ശരിയാണ്. 2004 നിലവിൽ വന്നത്. ഇതിൻ പ്രകാരം കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയും ലോക്സഭാ അംഗങ്ങളും അതിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ കേന്ദ്ര മന്ത്രിസഭയിൽ ലോക്സഭാ അംഗങ്ങളുടെ 15% കൂടുതൽ അംഗങ്ങൾ പാടില്ല, മന്ത്രിമാരായി വരാൻ പാടില്ല. ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജിയാണ്. ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ്. മേൽപ്പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ ശരിയാണ്. കൂട്ടുകാരെ, 91ാം ഭേദഗതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം 52ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക. അപ്പോൾ 52ാം ഭേദഗതിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്ന ഭേദഗതിയാണ് 91ാം ഭേദഗതി. 52ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താൻ വന്ന ഭേദഗതിയാണ് 2004 91ാം ഭേദഗതി. 91ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രി AB വാജ്പേയി. 91ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇതിൻ പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പട്ടിക 10ാമത്തെ പട്ടിക. കൂട്ടുകാരെ, 91ാം ഭേദഗതി 2004 ഭേദഗതി ചെയ്ത പട്ടിക ഏതാണ്? 10ാം പട്ടികയാണ്. 91ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട അനുച്ഛേദങ്ങൾ അനുച്ഛേദം 75, 164, അനുച്ഛേദം 75, 164 തുടങ്ങിയവ ഈ 91ാം ഭേദഗതി 2004 വഴിയായി ഭേദഗതി ചെയ്യപ്പെടുകയും 10ാമത്തെ പട്ടികയിൽ മാറ്റം വരികയും ചെയ്തു. ആ സമയത്ത് രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും പ്രധാനമന്ത്രി AB വാജ്പേയിയും ഇതിനുവേണ്ടി ശുപാർശ കൊടുത്ത കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജിയുമാണ്. ഇതാരെ ശക്തിപ്പെടുത്തി? 52ാം ഭേദഗതിയാണ് ശക്തിപ്പെടുത്തിയത്. ഉടനെ 13ാമത്തെ ചോദ്യം, താഴെ കടന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ഏതൊക്കെയാണ്? ട്രേഡ് യൂണിയനുകൾ, സൈബർ നിയമം, ബഹിരാകാശ സാങ്കേതിക വിദ്യ, കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ. ഒരു സംശയവും വേണ്ട, ട്രേഡ് യൂണിയനുകളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സൈബർ നിയമം കൂട്ടുകാരെ, അത് യൂണിയൻ ലിസ്റ്റിലാണ്. അവിടെ അവശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ്, റെസിഡ്യുവൽ പവേഴ്സിൽ ഉൾപ്പെടുന്നതാണെന്ത്? സൈബർ നിയമം. കൂട്ടുകാരെ,
വില നിയന്ത്രണം, ട്രേഡ് യൂണിയനുകൾ പോലെ വില നിയന്ത്രണം ഉൾപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ്? ഒരു സംശയവും വേണ്ട, അതും ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഭരണഘടനയുടെ 7ാമത്തെ പട്ടികയിലാണ് അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 246 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 246 യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 ലിസ്റ്റുകളാണ് ഉള്ളത്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്നത് യൂണിയൻ ലിസ്റ്റും സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റും രണ്ടു കൂട്ടർക്ക് ഒരുപോലെയുള്ള അധികാരങ്ങളെ കുറിച്ച് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലുമാണെന്ന് പ്രത്യേകം ഓർക്കുക. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 246 പട്ടിക 7 ട്രേഡ് യൂണിയനും വില നിയന്ത്രണവും ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലും. സൈബർ നിയമം, റെസിഡ്യുവൽ പവർ, അവശിഷ്ട അധികാരമാണ്, അത് യൂണിയൻ ലിസ്റ്റിലാണ്. വ്യക്തമായി ഓർക്കുക. കൂട്ടുകാരെ ശ്രദ്ധിക്കണേ. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നിങ്ങനെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭ അംഗം ആരായിരുന്നു? നല്ല ചോദ്യമാണ് കൂട്ടുകാരെ. മുകുന്ദ് രാമറാവു ജയകർ. മുകുന്ദ് രാമറാവു ജയകർ, MR ജയകർ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. മുകുന്ദ് രാമറാവു ജയകർ ആണ് നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ അംഗം. നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. എന്നാൽ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്നത് അടുത്ത കാലത്ത് കൂടി ചോദിച്ച ചോദ്യമാണ്. ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. സെറ്റായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. 15ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇന്ത്യൻ ഭരണഘടന ഒരു ദൃഢ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 ഭരണഘടനാ ഭേദഗതി ബിൽ ആദ്യമായി അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസാക്കിയ ഭേദഗതി ഒപ്പുവെച്ചത് ദ്രൗപദി മുർമുവാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. 2ഉം 4ഉമാണ് ശരി. ഇന്ത്യൻ ഭരണഘടന ഒരു റിജിഡ് ഭരണഘടന അല്ല. ഇതൊരു ദൃഢ ഭരണഘടനയല്ല. ഇതൊരു ദൃഢ ഭരണഘടനയല്ല എന്ന് വെച്ചാൽ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കൂട്ടുകാരെ, ഭരണഘടനാ ഭേദഗതി ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. തെറ്റാണ്. അത് ലോക്സഭയിൽ വേണമെങ്കിൽ ലോക്സഭയിൽ, രാജ്യസഭയിൽ വേണമെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ആദ്യമായി ഭേദഗതി ചെയ്തത് 51 അതെ, 1ാം ഭേദഗതി 1951 ഭേദഗതി. 1951 1ാം ഭേദഗതി വഴിയായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പട്ടികയാണ് 9ാമത്തെ പട്ടിക. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടന അവസാനമായി പാസ്സാക്കിയ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് ദ്രൗപദി മുർമു. പരിപൂർണമായും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. ഇറ്റ് ഈസ് പാർഷ്യലി റിജിഡ് ആൻഡ് പാർഷ്യലി ഫ്ലെക്സിബിൾ. പരിപൂർണമായും റിജിഡ് ആണോ? അല്ല. പരിപൂർണമായും ഫ്ലെക്സിബിൾ ആണോ? അല്ല. എന്ന് വെച്ചാൽ പരിപൂർണമായും അയവുള്ളതാണോ? അല്ല. പരിപൂർണമായും ദൃഢമുള്ളതാണോ? അല്ല. ഇത് ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢമായിട്ടുള്ളതുമായ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. പാർലമെന്റിലെ ഏത് സഭയിൽ വേണമെങ്കിലും ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാവുന്നതാണ്. കൂട്ടുകാരെ, ലോക്സഭയിൽ മാത്രമേ പറ്റുകയുള്ളൂ, രാജ്യസഭയിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതിന്റെയൊന്നും ആവശ്യമില്ല. ഏത് സഭകളിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. എന്നാൽ സംസ്ഥാന നിയമസഭകളിൽ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് പാർലമെന്റിന് മാത്രമേ ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ സാധിക്കുകയുള്ളൂ. ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിലോ രാജ്യസഭയിലോ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് നാരി ശക്തൻ വന്ദൻ അധിനിയമമാണ്. 106ാം ഭരണഘടനാ ഭേദഗതി. 106ാം ഭേദഗതി ഒപ്പുവെച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു
എന്നാൽ 105 ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് ഏതാണ്? നാരി ശക്തി ബില്ലാണ്. അത് ഒപ്പുവെക്കുന്നത് 106 ഭരണഘടനാ ഭേദഗതി ഒപ്പുവെക്കുന്നത് ദ്രൗപദി മുർമുവും 105 ഒപ്പുവെക്കുന്നത് രാംനാഥ് കോവിന്ദുമാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം. കൂട്ടുകാരെ, ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് 300A. മുൻപ് ഇത് 31 ഉണ്ടായിരുന്നു, അതിനെ എടുത്ത് കളഞ്ഞു അല്ലെ. ഇപ്പോൾ 31 അല്ല, ഇതിന്റെ സ്ഥാനം എവിടെയാണ്? 300A. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പരാമർശിക്കുന്നത് അത് 368 വകുപ്പിലാണ്. എന്നാൽ അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് പറയുന്നത് 248 വകുപ്പിലും ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് 44 വകുപ്പിലുമാണ്. ഏകീകൃത സിവിൽ കോഡ് 44, അവശിഷ്ടാധികാരങ്ങൾ 248, ഭരണഘടനാ ഭേദഗതി 300A, ഭരണഘടനാ ഭേദഗതി 368. എന്നാൽ നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്നത് 300A. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഭരണഘടനാ ഭേദഗതി 368 മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്വത്തവകാശത്തെ, അതായത് 19(1)(f)നെ 44 ഭേദഗതി വഴിയായി ഒഴിവാക്കുകയായിരുന്നു. അപ്പോൾ മൗലിക അവകാശങ്ങളിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന അവകാശമായിരുന്നു, അത് സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. 19(1)(f), അതുപോലെ തന്നെ 31, ആർട്ടിക്കിൾ 31, അത് മൗലിക അവകാശമാണ്. അപ്പൊ 19(1)(f)ഉം 31 ഈ പറയുന്ന ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്തത് 44 ഭേദഗതി വഴിയാണ്. 44 ഭേദഗതി വഴിയായി സ്വത്തവകാശത്തെ ഒരു മൗലിക അവകാശം അല്ലാതാക്കി മാറ്റുകയും അത് വെറും ഒരു നിയമാവകാശമാക്കി മാറ്റുകയും ചെയ്തു. ഇന്നതിന്റെ സ്ഥാനം 300A ആണ്. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പരാമർശിക്കുന്നത് അത് 20ാമത്തെ ഭാഗത്തിലാണ്. ഏകീകൃത സിവിൽ കോഡുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് ഗോവയാണ്. ഭരണഘടന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ് അവശിഷ്ടാധികാരം, അത് 248. ഇപ്പൊ സൈബർ നിയമം അവശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര നിയമം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇനി വരാൻ സാധ്യതയുള്ളതെന്നും പറഞ്ഞുകൊണ്ട് അവശിഷ്ടാധികാരങ്ങൾ ഭരണഘടനയില് 7ാമത്തെ ഷെഡ്യൂളില് യൂണിയൻ ലിസ്റ്റിലാണ് പരാമർശിച്ചിരിക്കുന്നത് കേട്ടോ. അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം കാനഡയാണെന്ന് പ്രത്യേകം ഓർക്കുക. രാജ്യം ഏതാണ്? കാനഡയാണ്. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ കണ്ടെത്തുക. പൗരത്വം, ലോട്ടറി, ബാങ്കിങ്. കൂട്ടുകാരെ, ഇത് മൂന്നും യൂണിയൻ ലിസ്റ്റിലാണ് എന്ന് പ്രത്യേകം ഓർക്കുക. പൗരത്വം ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. എന്നാൽ വിവാഹ മോചനം കൃത്യമായി ഓർക്കുക. കൂടാതെ 17ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ കണ്ടെത്തുക. പൗരത്വം, വിവാഹമോചനം, ലോട്ടറി, വനം, ബാങ്കിങ്, കുടുംബാസൂത്രണം, പോലീസ്, മദ്യം. ഇതിൽ ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? വിവാഹമോചനം. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, വിവാഹമോചനം, വനം, വന്യജീവി സംരക്ഷണം, കുടുംബാസൂത്രണം, ബാങ്ക്റപ്സി, പാപ്പരത്വം, ഇതെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. വില നിയന്ത്രണം, ഡൈവോഴ്സ്, വിവാഹം, ഇതെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ പൗരത്വം, ലോട്ടറി, ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ക്രമസമാധാന പാലനം, പോലീസ്, മദ്യം എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലുമാണ്. കൂട്ടുകാരെ, സാധാരണ വിദ്യാഭ്യാസം ഉൾപ്പെട്ടിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിലുമാണെന്ന് പ്രത്യേകം ഓർക്കുക. പൗരത്വം, ലോട്ടറി, ബാങ്കിങ്, പൗരത്വം, ലോട്ടറി യൂണിയൻ ലിസ്റ്റിലും, സാധാരണ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലും, പോലീസ്, ക്രമസമാധാന പാലനം, മദ്യം എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിലുമാണെന്ന് പ്രത്യേകം ഓർക്കുക. കൂടാതെ 18ാമത് ചോദ്യം, പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒരു സംശയം വേണ്ട, നല്ല ചോദ്യമാണിത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്ങൻ കമ്മിറ്റി. EMS നമ്പൂതിരിപ്പാട് അംഗമായ കമ്മിറ്റിയാണ് അശോക് മേധ കമ്മിറ്റി. ഭരണഘടനയുടെ 71ാം ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അടുത്തത്, ഇന്ത്യയിൽ
ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 59 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. കൂട്ടുകാരെ 1ഉം 2ഉം 4ഉം ശരിയാണ്. അതായത് PK തുങ്കൻ കമ്മിറ്റി തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നത്. പാർലമെന്റ് ഏർപ്പെടുത്തിയ ഒരു സബ് കമ്മിറ്റി ആയിരുന്നു PK തുങ്കൻ കമ്മിറ്റി. ഈ PK തുങ്കൻ കമ്മിറ്റി പാർലമെന്റ് ഏർപ്പെടുത്തിയ ഈ PK തുങ്കൻ കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം കൊടുക്കണമെന്ന് വാദിക്കുകയും അതിൻ പ്രകാരം ആ ഭേദഗതി നിലവിൽ വരികയും ചെയ്തു. എന്നാൽ അതിന് മുൻപുണ്ടായിരുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു പഞ്ചായത്ത് രാജ് റിഫോംസുമായി പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടാമത് വന്നൊരു കമ്മിറ്റിയാണ് അശോക് മെഹ്ത്ത കമ്മിറ്റി. ഇതിൽ അംഗമായിരുന്ന മലയാളിയാണ് EMS നമ്പൂതിരിപ്പാട്. രണ്ടാമത് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി 71ാം ഭേദഗതി പഞ്ചായത്ത് രാജ് അല്ല, 73ാം ഭേദഗതിയാണ് പഞ്ചായത്ത് രാജ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം വന്നത് ഒക്ടോബർ 2 1959. അത് രാജസ്ഥാനിൽ തന്നെയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവാണ്. കൂട്ടുകാരെ, ഭേദഗതി വന്നത് 73ാം ഭേദഗതി പ്രകാരമാണ്. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മെഹ്തയും പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവുമാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 1959. കൂട്ടുകാരെ ശ്രദ്ധിക്കണേ, ഗ്രാമസഭയെ കുറിച്ച് പരാമർശിക്കുന്നത് അനുച്ഛേദം 243A. ഗ്രാമസഭയെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം 243A പ്രത്യേകിച്ച് ഓർക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 19ാമത്തെ ചോദ്യം. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ എന്ത് ചെയ്യുക? ക്രമപ്പെടുത്തുക. കൂട്ടുകാരെ, ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന് ശേഷം പിന്നീട് രണ്ടാമത് പ്രധാനമന്ത്രിയായത് ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം 64 മുതൽ 66 വരെ കൃത്യമായി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ അതിനിടയിൽ നടന്ന യുദ്ധമാണ് രണ്ടാമത്തെ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം. 1965 സെപ്റ്റംബർ മാസത്തിൽ ആരംഭിച്ച രണ്ടാമത്തെ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ഇന്ത്യയിൽ ആരായിരുന്നു പ്രധാനമന്ത്രി? ലാൽ ബഹദൂർ ശാസ്ത്രി. പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചതിനു ശേഷം ഇന്ദിരാഗാന്ധി. കൂട്ടുകാരെ, 66 മുതൽ 77 വരെയും പിന്നീട് 80 മുതൽ 84 വരെയും ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രിയായിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് പ്രധാനമന്ത്രിയായത് വ്യക്തമായി ഓർക്കുക രാജീവ് ഗാന്ധിയാണ്. 84 മുതൽ 84 വരെ. കൂട്ടുകാരെ, ഇന്ത്യയുടെ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് ആര്? രാജീവ് ഗാന്ധി. പിന്നീട് പ്രധാനമന്ത്രിയായത് 89 മുതൽ 90 വരെ VP സിംഗ് ആണ്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ ശില്പി എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്, ഒരു പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. 91 മുതൽ 96 വരെ. എന്നാൽ കൂട്ടുകാരെ, ഒന്നിൽ കൂടുതൽ തവണ അധികാരത്തിലെത്തിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ AB വാജ്പേയി ആണെന്ന് പറയേണ്ടി വരും. അദ്ദേഹം 96 ഒരു തവണ, പിന്നീട് 98, 99 കാലയളവിലും 99 മുതൽ 2004 വരെയും പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. AB വാജ്പേയിക്ക് ശേഷം നിങ്ങൾക്കറിയാം മൻമോഹൻ സിംഗിന് ശേഷം പിന്നീട് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്ര മോഡി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഉൾപ്പെടുന്നതല്ല, ഉൾപ്പെടാത്തത് ഏത് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുക്കാത്ത ആശയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. നീതിന്യായ പുനഃപരിശോധന, അവശിഷ്ട അധികാരം, നിയമവാഴ്ച എന്ന ആശയം, പാർലമെന്ററി സമ്പ്രദായം. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം. നീതിന്യായ പുനർപരിശോധന, അവശിഷ്ട അധികാരം. കൂട്ടുകാരെ, നേരത്തെ സൂചിപ്പിച്ചതാണ് റെസിഡ്യുവൽ പവർ, അവശിഷ്ട അധികാരം നാം എവിടെ നിന്നാണ് കടമെടുത്തത്? കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, ബ്രിട്ടനിൽ നിന്നും നാം കടമെടുത്ത എന്തൊക്കെയാണ് ആശയങ്ങൾ? പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, നിയമസമത്വം, എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമ്പന്നന്മാരാണ്, ക്യാബിനറ്റ് സമ്പ്രദായം,
പാർലമെന്ററി ജനാധിപത്യം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം. അതായത് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു നോമിനൽ എക്സിക്യൂട്ടീവ്, നാമമാത്രമായ എക്സിക്യൂട്ടീവ് ആണ്. ഈ ആശയവും നാം ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. റിട്ടുകൾ ദ്വിമണ്ഡല സഭ, പാർലമെന്റിലെ ഇരുസഭകൾ എന്ന ആശയം, തെരഞ്ഞെടുപ്പ് സംവിധാനം, പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയ്ക്ക് ലോക്സഭയിൽ കൂട്ടുത്തരവാദിത്വം ഉണ്ടാകുമെന്ന് പരാമർശിക്കുന്നത്, CAG, സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഇതെല്ലാം നാം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. എന്നാൽ കൂട്ടുകാരെ, ഫെഡറൽ സംവിധാനം, അവശിഷ്ട അധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, സംസ്ഥാന ഗവർണർമാരുടെ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരം എന്നിവ നാം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്, പ്രത്യേകം ഓർക്കുക. അപ്പോൾ പാർലമെന്ററി ജനാധിപത്യവും ഏകപൗരത്വവും നിയമവാഴ്ചയും നിയമസമത്വവും എല്ലാം എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ കാനഡയിൽ നിന്നാണ് ഫെഡറൽ സംവിധാനവും അവശിഷ്ട അധികാരവും യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നത്? നാം കടമെടുത്തിരിക്കുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, USA നിന്നാണ് എന്താണ് കടമെടുത്തിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ, ഭരണഘടനയുടെ ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി എന്നിവ നാം കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്. കൂട്ടുകാരെ, ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, അടിയന്തരാവസ്ഥ എന്നിവ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും, കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിലെ സംയുക്ത സമ്മേളനം, ഇരുസഭകളെയും ഒരുമിച്ച് വിളിച്ചു ചേർക്കുന്നത്, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്നിവ ഓസ്ട്രേലിയയിൽ നിന്നുമാണ് നാം കടം എടുത്തിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. അടുത്തത് 21ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒരു സംശയവും വേണ്ട കൂട്ടുകാരെ, ഇന്ത്യൻ ഭരണഘടന 5 തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇത് മാത്രമാണ് ശരി. ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. തെറ്റാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ. മാൻഡബസ് എന്ന വാക്കിന്റെ അർത്ഥം എന്തധികാരത്തിൽ അല്ല, വി കമാൻഡ് എന്നാണ്. കോവാറന്റോ, അതാണ് എന്തധികാരത്തിൽ എന്നർത്ഥം വരുന്നത്. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 256. തെറ്റാണ്. 226. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എത്ര തരം റിട്ടുകളെ കുറിച്ച് പരാമർശിക്കുന്നു? 5 തരം റിട്ടുകൾ. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. അപ്പോൾ അടുത്തതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. ഭരണഘടനയുടെ 32ാം അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിക്കും 226 പ്രകാരം ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അവകാശമുണ്ട്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി. എന്ന് വെച്ചാൽ ഹൈക്കോടതിക്ക് മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റവകാശങ്ങൾ സ്ഥാപിച്ചു തരുന്നതിന് വേണ്ടിയിട്ടും റിട്ടുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. മൗലിക അവകാശങ്ങളോടൊപ്പം നിയമപരമായ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും ഹൈക്കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. ഈ അർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെക്കാൾ വിപുലമാണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നാം കൽപ്പിക്കുന്നു, വി കമാൻഡ് എന്ന അർത്ഥം വരുന്നത് മാൻഡബസ് ആണ്. ശരീരം ഹാജരാക്കുക, പ്രസന്റ് ദ ബോഡി എന്നർത്ഥം വരുന്നത് ഹേബിയസ് കോർപ്പസും, വിലക്കുക ടു ഫോർബിഡ് എന്നർത്ഥം വരുന്നത് പ്രൊഹിബിഷനും, കോവാറന്റോ ഓൺ വാട്ട് ബേസിസ് എന്തധികാരം എന്നർത്ഥം വരുന്നത് കോവാറന്റോ, അതും സാക്ഷ്യപ്പെടുത്തുക ടു സർട്ടിഫൈ വിവരം നൽകുക എന്ന് അർത്ഥം വരുന്നത് സെറിഷറിയുമാണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം കൽപ്പിക്കുന്നു, മാൻഡബസ് ശരീരം ഹാജരാക്കുക, ഹേബിയസ് കോർപ്പസ് വിലക്കുക, ടു ഫോർബിഡ് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ, കോവാറന്റോ എന്തധികാരത്തിൽ എന്ന് അർത്ഥം വരുന്നു. സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക, ടു ഇൻഫോം, ടു സർട്ടിഫൈ എന്നത് സെറിഷറിയുമാണ് സൂചിപ്പിക്കുന്നത്. കൂട്ടുകാരെ, മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം ഏതാണ്? ഒരു സംശയവും വേണ്ട. മത സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, അത് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ്.
വിഭവങ്ങളുടെ തുല്യ വിതരണം മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ്. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ്. എന്നാൽ മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമല്ല. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, മത സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നത് മൗലിക അവകാശങ്ങളിലാണ് ഉൾപ്പെടുന്നത്. മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലിക അവകാശമായിരിക്കും നിലനിൽക്കും എന്ന് സുപ്രീം കോടതി ആദ്യം വിധിച്ചത് ചെമ്പകം ദൊരൈരാജൻ കേസിലാണ് 1951. കൂട്ടുകാരെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ സാധിക്കില്ല എന്ന് പിന്നീട് സുപ്രീം കോടതി വിധിച്ചത് ഗോലക്നാഥ് കേസ് 1977. മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഗോലക്നാഥ് കേസ് 1967. എന്നാൽ 1976 42-ാം ഭേദഗതി വഴിയായി മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയത് 39A, 43A, 48A. എന്താണ് 39A പരാമർശിക്കുന്നത്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, തുല്യനീതിയും സൗജന്യ നിയമ സഹായവും. കൂട്ടുകാരെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത്? 1. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, വ്യക്തികൾ നികുതി അടയ്ക്കുക, രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. ആദ്യമായി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഭാഗം 4A എന്ന് പറഞ്ഞാൽ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന, അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക കടമകളിൽ, കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. കൂട്ടുകാരെ, അതായത് വ്യക്തികൾ നികുതി അടയ്ക്കുക, ഇത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതല്ല. ബാക്കി 1, 2, 4 തന്നെ എന്ത് തന്നെയാണ്? മൗലിക കടമകളുടെ ഭാഗമാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. ഇതാണ് 86ാം ഭേദഗതി വഴിയായി 2002 അവസാനം പറഞ്ഞിരിക്കുന്ന 11ാമത്തെ കടമ. 11ാമത്തെ മൗലിക കടമ 11ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന 86ാം ഭേദഗതി 2002 വഴിയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. കൂട്ടുകാരെ, 51A അതിൽ ഒന്നാമതായി പറയുന്നത്, 51A ഭാഗം A അതിൽ ഒന്നാമതായി പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. പ്രത്യേകിച്ച് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അനുസരിക്കുക അല്ലെങ്കിൽ ബഹുമാനിക്കുക, ദേശീയ മുദ്രകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്ന അനുച്ഛേദം 51A ഭാഗം A പ്രത്യേകം ഓർക്കുക. 51A അതിൽ തന്നെ ഒന്നാമത്തെ മൗലിക കടമ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. 51A അതിൽ ഭാഗം B, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. 51A അതിൽ C, രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും സജ്ജരായിരിക്കുക. 51A അതിൽ D, മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ പരിശ്രമിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. 51A അതിൽ E. എന്നാൽ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. 51A അതിൽ F. പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവികളോട് അനുകമ്പ വെച്ച് പുലർത്തുക. 51A അതിൽ G. ശാസ്ത്രീയ വീക്ഷണവും
മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക 51A അതിൽ എച്ച്. പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക 51A അതിൽ ഐ. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക 51A അതിൽ ജെ. എന്നാൽ 86-ാം ഭേദഗതി 2002 വഴിയായി ഉൾപ്പെടുത്തിയത് 51A അതിൽ കെ. പ്രത്യേകം പഠിക്കുക 51K അതിൽ കെ. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ബഹുമാനിക്കുക 51A അതിൽ തന്നെ എ. അതുപോലെ 51A അതിൽ കെ ആണ് 86-ാം ഭേദഗതി വഴിയായി ഉൾപ്പെടുത്തിയത്. അതെന്താണ് കൂട്ടുകാരെ? ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അതിനുള്ള സാഹചര്യം ഉറപ്പുവരുത്തണം. അതാ മാതാപിതാക്കളുടെ കടമയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 24-ാമത്തെ ചോദ്യം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതാണ്? ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാവുന്നതാണ്. മന്ത്രിസഭയുടെ തീരുമാനം പുനർപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാവുന്നതാണ്. ലോക്സഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാവുന്നതാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. അങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വിവേചന അധികാരത്തിൽ, രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. കൂട്ടുകാരെ, 3ഉം 4ഉം വിവേചന അധികാരത്തിൽ ഉൾപ്പെടുന്നത് അല്ല. ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. അത് വിവേചന അധികാരത്തിൽ പെടുന്നതാണ്. മന്ത്രിസഭയുടെ തീരുമാനം പുനർപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് ഒരു തവണ വേണമെങ്കിൽ തിരിച്ചയക്കാം. ഇനി ഈ തിരിച്ചയച്ച നിർദ്ദേശം മാറ്റമില്ലാതെയോ തിരിച്ചു വീണ്ടും വരികയാണെങ്കിൽ രാഷ്ട്രപതി അത് അംഗീകരിച്ചേ മതിയാവൂ. ഒരു തവണ വേണമെങ്കിൽ തിരിച്ചയക്കാം എന്നുള്ളത് രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടുന്നതാണ്. എന്നാൽ 3ഉം 4ഉം വിവേചന അധികാരങ്ങളിൽ എന്ത് ചെയ്യുന്നതല്ല, ഉൾപ്പെടുന്നത് അല്ല. കൂട്ടുകാരെ ശ്രദ്ധിക്കണേ, രാഷ്ട്രപതിയുടെ വിവേചന അധികാരം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി അന്തരിക്കുക, ലോക്സഭയിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ഇല്ലാതെ വരിക, ഒന്നിലധികം നേതാക്കൾ പ്രധാനമന്ത്രി പദത്തിന് അവകാശം ഉന്നയിക്കുക. മേൽപ്പറഞ്ഞ ഈ 3 സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഉചിതമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാവുന്നതാണ്. എന്നാൽ പ്രസ്തുത വ്യക്തി സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തി വിജയിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി അന്തരിക്കുക, ലോക്സഭയിൽ ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലാതെ വരിക, ഒന്നിലധികം നേതാക്കൾ പ്രധാനമന്ത്രി പദത്തിന് അവകാശം ഉന്നയിക്കുക എന്നീ 3 സാഹചര്യങ്ങളിൽ ഇദ്ദേഹത്തിന് ഈ വിവേചന അധികാരം ഉപയോഗിക്കാവുന്നതാണ്. തന്റെ ഇഷ്ടമെന്ന് അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കാവുന്നതാണ് രാഷ്ട്രപതിക്ക്. മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. നിയമനിർമ്മാണ സഭ പാസാക്കിയ ബില്ലിന്മേലുള്ള രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഉടനെ അടുത്ത ചോദ്യം. ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചോദ്യങ്ങൾ കണ്ടിരുന്നു. അവശിഷ്ട അധികാരം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അവശിഷ്ട അധികാരം ആ അധികാരത്തിൽ ഉൾപ്പെടുത്തി നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് ആർക്കാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ബാക്കി എന്തൊക്കെ വസ്തുതകൾ അഡീഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കാം. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണം ആണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. മായം ചേർക്കൽ അവശിഷ്ട അധികാരത്തിലാണ് ഉൾപ്പെടുന്നത്. അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനാണ് എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ശരി? കൂട്ടുകാരെ, ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 2ഉം 4ഉമാണ്. മായം ചേർക്കൽ അവശിഷ്ട അധികാരം അല്ല, അത് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ 7ാമത്തെ പട്ടികയിൽ കൺകറന്റ് ലിസ്റ്റിൽ വളരെ
ശക്തമായി പറയുന്ന ഒരു ആശയമാണ് മായം ചേർക്കൽ. ഭക്ഷണത്തിൽ മറ്റും മായം ചേർക്കൽ, അതുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമുണ്ട്. വില നിയന്ത്രണവും വിവാഹമോചനവും അതുപോലെ തന്നെ ബാങ്ക്രപ്സി, പാപ്പരത്വവും ഒക്കെ ഏത് ലിസ്റ്റിലാണ്? ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പോൾ മൂന്നാമത്തേത് അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട വസ്തുത അല്ല. എന്നാൽ സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തിയാണ് നിയമം നിർമ്മിച്ചിരിക്കുന്നത്. അവശിഷ്ടാധികാരം കാനഡയിൽ നിന്നാണ് കടം എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പോൾ 1, 2, 4 എന്താണ്? ശരിയാണ്. അവശിഷ്ടാധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം 248 ആണെന്ന് പ്രത്യേകം എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്തത് 26ാമത്തെ ചോദ്യം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25(1) ബന്ധപ്പെട്ടത് മതസ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സ്വത്തവകാശം, വോട്ടവകാശം. കൂട്ടുകാരെ, 25(1) എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മതസ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം 3 അഥവാ നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം അനുച്ഛേദം 25 മുതൽ 28 വരെ. 25 എന്താണ് പറയുന്നത്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശമാണ് അനുച്ഛേദം 25 പറയുന്നത്. എന്നാൽ മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പരാമർശിക്കുന്നത് അനുച്ഛേദം 26. മതം വിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് അനുച്ഛേദം 26. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നത് അനുച്ഛേദം 25. കൂട്ടുകാരെ, അനുച്ഛേദം 27 എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് അനുച്ഛേദം 27 പറയുന്നത്. എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം. അതാണെന്ത് അനുച്ഛേദം 27 പറയുന്നത്, അല്ലെ? അതിനെതിരായ അവകാശം, അതിന് എതിരായ, ഞാനൊരു മതവിഭാഗത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക ടാക്സ് കൊടുക്കേണ്ടി വരും, അതിനെതിരായ അവകാശത്തെ കുറിച്ചാണ് ഏതിൽ പറയുന്നത്? 27 പറയുന്നത്. 28(1) എന്താണ് പറയുന്നത്? പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകാൻ പാടില്ല എന്ന് പറയുന്നത് 28(1) വളരെ വളരെ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് 27ാമത്തെ ചോദ്യമാണ്. ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്രണ്ണം ഉണ്ട്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഉത്തരം 11. ഉൾപ്പെടുത്തുന്ന സമയത്ത് 42ാം ഭേദഗതി 1976 വരെയായി. ഇത് ഉൾപ്പെടുത്തുന്ന സമയത്ത് വെറും 10 മൗലിക കടമകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ 11 മൗലിക കടമകളുണ്ട്. 11ാമത്തെ മൗലിക കടമ നിങ്ങൾക്കറിയാം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും വിദ്യാഭ്യാസം കൊടുക്കണം. അത് ആരുടെ കടമയാണ്? പാരന്റ്സിന്റെ കടമയാണെന്ന് പറയുന്നതാണ് 11ാമത്തെ മൗലിക കർത്തവ്യം. അത് ഉൾപ്പെടുത്തിയത് 86ാം ഭേദഗതി 2002 വഴിയാണ്. കൂട്ടുകാരെ, ഇനി ഈ മൗലിക കടമകളുടെ മറ്റു സവിശേഷതകൾക്ക് നമ്മൾ കടന്നു ചെന്നാൽ അത് ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നതാണോ? അയ്യോ, ഭേദഗതി ചെയ്യാൻ പറ്റുന്നതാണ്. അത് പരിപൂർണമായ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, നോട്ട് ആബ്സല്യൂട്ട്. കൂട്ടുകാരെ, മാർഗനിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും നമുക്ക് കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നവയല്ല. ദേ ആർ നോൺ ജസ്റ്റിസിയബിൾ. ന്യായവാദത്തിന് അർഹമല്ല. കൂട്ടുകാരെ, മൗലിക കടമകൾ പോസിറ്റീവോ നെഗറ്റീവോ ആകാവുന്നതാണ്. അപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആകാവുന്നതാണ്. അത് പരിപൂർണമായ കടമകളല്ല, ഭേദഗതിക്ക് വിധേയമാകാവുന്നതാണ്. മാർഗനിർദ്ദേശ തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ എന്ത് ചെയ്യുന്നതല്ല, കഴിയുന്നതല്ല. അടുത്തത് 28ാമത്തെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ മാസം 9-ാം തീയതി. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്
ജവഹർലാൽ നെഹ്റുവാണ്. ഇതിൽ ഏതാണ് കൂട്ടുകാരെ ശരി എന്നുള്ളത്? 1ഉം 3ഉമാണ് ശരി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് 46 ഡിസംബർ മാസം 9 തന്നെയാണ്. 46 ഡിസംബർ മാസം 9, 6, 9, 11, 13 വളരെ ഇമ്പോർട്ടന്റ് ആയ ചില ഡേറ്റുകളാണ്. 6, 9, 11, 13. 1946 ഡിസംബർ മാസം 6, 1946 ഡിസംബർ മാസം 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്ന തീയതിയാണ്. എന്നാൽ ഡിസംബർ മാസം 9 ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച തീയതിയാണ്. ഡിസംബർ മാസം 11 ഭരണഘടനാ നിർമ്മാണ സഭയിൽ സ്ഥിരം അധ്യക്ഷനായി രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്ത തീയതിയാണ്. ഡിസംബർ 13 പ്രത്യേകത ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതിയാണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അവസാനിക്കുന്നത് 46 ഡിസംബർ 23. ആദ്യ സമ്മേളനത്തിൽ, അതായത് 49 ഡിസംബർ മാസം 6 തീയതി പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 207 പേരാണ് പങ്കെടുത്തത്. 207 അംഗങ്ങളാണ് പങ്കെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ. ഇപ്പോൾ അതറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ്. അതായത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പാർലമെന്റ് മന്ദിരമല്ല, അതിന് തൊട്ട് മുൻപ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി ആ യോഗങ്ങൾ നടത്തിയിരുന്നത്. അവിടെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞവരെ അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായി വന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയും. എന്നാൽ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് 1946 ഡിസംബർ മാസം 11 തീയതിയുമാണ് ആയിരുന്നു. കൂട്ടുകാരെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 29ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? കൂട്ടുകാരെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? ഒരു സംശയവും വേണ്ട, സുകുമാർ സെൻ. നേപ്പാളിന്റെയും സുഡാന്റെയും ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി വന്ന വ്യക്തിയും സുകുമാർ സെൻ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയ ആദ്യത്തെ വനിത VS രമാദേവി 1990. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷൻ. കൂട്ടുകാരെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കെ ഇലക്ഷൻ മേഖലയിൽ, തെരഞ്ഞെടുപ്പ് മേഖലയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് TN ശേഷൻ. ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് ആരുടെ സംഭാവനയായിരുന്നു? മലയാളിയായ TN ശേഷന്റെ സംഭാവനയായിരുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകുന്ന വനിത VS രമാദേവി. ആദ്യത്തെ മലയാളി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷൻ. ഫോട്ടോ പതിപ്പിച്ച് തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവരുന്നത് ഈ ആരാണ്? TN ശേഷനാണ് എന്ന് പ്രത്യേകം ഓർക്കുക. 30ാമത്തെ ചോദ്യം. രാജ്യസഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ലോക്സഭ അംഗങ്ങൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, സംസ്ഥാന നിയമസഭ അംഗങ്ങൾ. കൂട്ടുകാരെ, ഒരു സംശയവും വേണ്ട, രാജ്യസഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭ അംഗങ്ങളാണ്. ഇന്ത്യൻ പാർലമെന്റിലെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭ അംഗങ്ങളാണ്. കൂട്ടുകാരെ, രാജ്യസഭയുടെ മറ്റു പേരുകൾ സെക്കൻഡ് ചേംബർ, ഹൗസ് ഓഫ് എൽഡേഴ്സ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെയാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു തണുപ്പിക്കുന്ന ഹൗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന രാജ്യസഭയാണ്. ഭരണഘടനയുടെ 80ാം വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതം ആയിരിക്കുന്നത്. വളരെ 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 എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. രാജ്യസഭ നിലവിൽ വന്നത് 52 ഏപ്രിൽ 3 പ്രത്യേകം ഓർക്കുക. പ്രഥമ സമ്മേളനം 52 മെയ് 13. രാജ്യസഭ വന്നത് 52 ഏപ്രിൽ 3. പ്രഥമ സമ്മേളനം നടന്നത് 52 മെയ് 13.
കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 ഓഗസ്റ്റ് 23-നാണെന്ന കാര്യവും മറക്കരുത്. പുതിയ രാജ്യസഭയുടെ തീം അല്ലെങ്കിൽ എന്തിന്റെ മാതൃകയിലാണ് പുതിയ രാജ്യസഭ ആ ഹോള് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? താമരയുടെ മാതൃകയിലാണ്. നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ രാജ്യസഭാ മന്ദിരം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താമരയുടെ മാതൃകയിലാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയുണ്ടോ? ഇല്ല, അതൊരു പെർമനന്റ് ഹൗസ് ആണ്. ഒരു രാജ്യസഭ അംഗത്തിന്റെ കാലാവധിയോ? അത് 6 വർഷമാണ്. രാജ്യസഭ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. ആരാണ് രാജ്യസഭയുടെ ചെയർമാൻ? ഉപരാഷ്ട്രപതി. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, തീയതികൾ മാത്രം ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. രാജ്യസഭ വന്നത് 52 ഏപ്രിൽ 3, പ്രഥമ സമ്മേളനം നടന്നത് 52 മെയ് 13, ഹിന്ദി പേര് രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 54 ഓഗസ്റ്റ് 23. അടുത്തത് 31-ാമത്തെ ചോദ്യമാണ്. ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? ആർട്ടിക്കിൾ 280. കൂട്ടുകാരെ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണേ. കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വീതിച്ചു കൊടുക്കുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 280 ആണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ്. 5 പേരെ 5 വർഷത്തേക്ക് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പ്രത്യേകം ഓർക്കുക. 1-ാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 51 നവംബർ 22-നാണെന്ന് പ്രത്യേകം ഓർക്കുക. ധനകാര്യ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യത, തെരഞ്ഞെടുപ്പ് രീതി എന്നിവ നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. ധനകാര്യ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യത, തെരഞ്ഞെടുപ്പ് രീതി എന്നിവ നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷമാണ്. നിലവിൽ കേരള ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ എത്ര പേരാണ്? ചെയർമാൻ ഉൾപ്പെടെ 3 പേര്. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് ആര്? 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് ആര്? അരവിന്ദ് പനഗേരിയ. അപ്പോൾ ഏറ്റവും പുതിയ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗേരിയ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 32. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4-ൽ പെടുന്നു. ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നു. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് ഇത് ഉൾക്കൊണ്ടിരിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന അത് നേടിയെടുക്കാവുന്നതാണ്. തെറ്റായത് ഏത്? കൂട്ടുകാരെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് കോടതി മുഖേന നേടിയെടുക്കാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് എന്ന് പറയുന്നത് അവ ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റിസിബിൾ ആണ്, കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഈ പറഞ്ഞ കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് തെറ്റാണ്, അത് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. ഇത് ഭാഗം 4-ലാണ് ഉൾപ്പെടുന്നത്. ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളുന്നു. ഗാന്ധിയൻ ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ ഇവ ഉൾപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ തന്നെയാണ്. ഇത് അയർലൻഡിൽ നിന്നുമാണ് നാം കടം എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ശരിയായ വസ്തുതകളാണ്. കൂട്ടുകാരെ, ന്യായീകരിക്കാൻ സാധിക്കാത്തതാണ്, നോൺ ജസ്റ്റിസിബിൾ എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഇത് ഗവൺമെന്റിന് പൊതുവായി നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. നിയമം നിർമ്മിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പാലിക്കുകയാണെങ്കിൽ ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റാം, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റാം. മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെയാണ് സാമ്പത്തിക സാമൂഹിക ജനാധിപത്യം ഉറപ്പാക്കുന്നത്. അതായത് ഈ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പ്രതിപാദിക്കുന്ന നിർദ്ദേശങ്ങളിൽ എടുത്തുവെച്ച് നിയമം നിർമ്മിക്കുമ്പോൾ മാത്രമാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി ഇന്ത്യയിൽ സംജാതമാകുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഒരു സാഹചര്യത്തിലും
താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിയില്ല എന്നുള്ളതും കൂടി എന്ത് ചെയ്യുക, ഓർക്കുക കൂട്ടുകാരെ. അടുത്തത് 33ാമത്തെ ചോദ്യമാണ്. പ്രധാനമന്ത്രി ഉൾപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ, അതായത് ലോക്സഭയുടെ മൊത്തം അംഗങ്ങളുടെ 15%-ലധികമാകരുത് എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 89, 91, 99, 81. ഒരു സംശയം വേണ്ട, 91ാം ഭേദഗതി 2004 കൂറുമാറ്റ നിരോധന നിയമത്തെ, അതായത് 52ാം ഭേദഗതിയെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭേദഗതിയാണ് 91ാം ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPയെയോ ഒരു MLAയെയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല. ഐ റിപ്പീറ്റ്, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPയെയോ ഒരു MLAയെയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി 91ാം ഭേദഗതിയാണെന്ന് പ്രത്യേകം ഓർക്കുക. 52ാം ഭേദഗതിയെ ശക്തിപ്പെടുത്താൻ വന്ന ഭേദഗതിയാണ് 91ാം ഭേദഗതി. മൊത്തം കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ആ ലോക്സഭയുടെ അംഗങ്ങളുടെ 15%-ൽ കൂടുതലാകാൻ പാടില്ല എന്നൊക്കെ വ്യവസ്ഥ ചെയ്യുന്നതും ഈ 91ാം ഭേദഗതി തന്നെയാണ്. അടുത്തത് 34ാമത്തെ ചോദ്യമാണ്. 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടെ 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ കൂട്ടിച്ചേർത്തു? കൂട്ടുകാരെ, 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക 11ാമത്തെ പട്ടിക. 11ാമത്തെ പട്ടിക ഏത് അനുച്ഛേദത്തിന്റെ വിവരണാത്മകമായ രൂപമാണ്? 249G പഞ്ചായത്തുകൾക്കുള്ള അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 243G. ഇതിന്റെ വിവരണാത്മകമായ രൂപമാണ് 11ാമത്തെ പട്ടിക. 243Gയിൽ പ്രതിപാദിക്കുന്നത് പഞ്ചായത്തുകളുടെ അധികാരവും അധികാര ശക്തിയും ഉത്തരവാദിത്തങ്ങളുമാണ്. കൂടാതെ അവസാനത്തെ ചോദ്യം കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 66/2024. കൂട്ടുകാരെ, ഈ 35ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് 44ാം ഭേദഗതി വഴിയാണ്. 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു. കൂട്ടുകാരെ, ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതിൽ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, പരിപൂർണമായും തെറ്റാണ്. അതുപോലെ തന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? പരിപൂർണമായും എന്താണ്? തെറ്റാണ്. ഇതിൽ ബിയും സിയും മാത്രമാണ് ശരി, അഥവാ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കൂട്ടുകാരെ, നമുക്ക് പരിശോധിക്കാം. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയത്. എന്റെ ചോദ്യം, രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ കൂട്ടുകാരെ? ഇല്ല. രാജ്യസഭ ഒരു സ്ഥിരം ഹൗസാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് 42ാം ഭേദഗതി വഴിയായി ലോക്സഭയുടെ കാലാവധി, അതുപോലെ സംസ്ഥാന നിയമസഭകളുടെ കാലാവധി 5ൽ നിന്നും 6 വർഷമാക്കി കൂട്ടി. അത് 42ാം ഭേദഗതിയിലൂടെയാണ്. അത് ശരിയാണ്. അപ്പോൾ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 5ൽ നിന്നും 6 വർഷമാക്കി കൂട്ടിയത് 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. പക്ഷെ രാജ്യസഭ ഒരു സ്ഥിരം ഹൗസാണ്. രാജ്യസഭയുടെയും കാലാവധി എന്ന് പറഞ്ഞത് തെറ്റായി പോയി എന്ന് മാത്രം. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വനം, വന്യജീവി സംരക്ഷണം, അളവും തൂക്കങ്ങളും, നീതി നിർവഹണം, കോടതികളുടെ നടത്തിപ്പ് അധികാരം, പ്രത്യേകിച്ച് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള കോടതികളുടെ നടത്തിപ്പ് അധികാരം, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നിർവഹണം, ഈ 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 42ാം ഭേദഗതി വഴിയായി തന്നെയാണ്, അഥവാ ഓപ്ഷൻ ബി ശരി ഉത്തരമാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ശരിയാണ്. 31F-ഉം 31ഉം 19/1 അതിലെ F-ഉം 31ഉം 19/1 അതിലെ F-ഉം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് 44ാം ഭേദഗതി വഴിയായി തന്നെയാണ്.
42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു, പക്ഷെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി അല്ല. ആ സമയത്ത് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. പ്രത്യേകിച്ച് ഓർക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിയും സിയുമാണ് ശരി. കൂട്ടുകാരെ, 42ാമത്തെ ഭേദഗതിയെ കുറിച്ച് ഒരു വാക്ക്. ഇതിനെയാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് വന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഏത്? 42ാം ഭരണഘടനാ ഭേദഗതി. ഇതിൻ പ്രകാരമാണ് ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാണ് എൻ്റെ വിശ്വാസം. കൂട്ടുകാരെ, 35 ചോദ്യങ്ങൾ 2 കൊല്ലം കൊണ്ട് ചോദിച്ച ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 35 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ അനുബന്ധ വസ്തുതകളും. കൂട്ടുകാരെ, ഇത് നിങ്ങൾക്ക് LDC പരീക്ഷ എഴുതാൻ നിങ്ങളെ സഹായിക്കും എന്നാണ് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.